ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അൻവിന്റെ സ്കാം നമ്പർ 1, കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. UK-യിൽ പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് ഇല്ലീഗൽ കൂടിയാണ്. അതെന്റെ ഹോബിയാ സാറേ. അത് നല്ല അടികൊള്ളാത്തതിന്റെ. അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമ്മൂനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത്. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. അൻവിന്റെ സ്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അത് ഫേക്ക് ആയിരുന്നു. ഞാനൊന്നും മിണ്ടുന്നില്ല. മുറിയും വാടകയ്ക്ക് എടുത്ത് കമ്പനി തുടങ്ങി MD എന്ന് പറഞ്ഞിരുന്നോളൂ നാട്ടുകാരെ മുഞ്ചിക്കാൻ. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വീസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വീസ റിജക്ട് ആയി. ഇത് ഫേക്ക് ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. എന്നാലും എന്റെ തിരുമേനി ഇത് കോണം പോണ പരിപാടിയായി പോയി. സ്കാം നമ്പർ 2, ഓട്ടോസ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ഇത്രയാണ്. ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട് അഥവാ 20 ലക്ഷം രൂപ. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ. ഞങ്ങളും ചോദിച്ചു. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ഇത് എന്നാ പറ്റിയേ? സ്കാം നമ്പർ 3, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക. നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സംശയം. പിന്നീടാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തിയായിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. നീ അറിഞ്ഞ ഞാൻ ഇത്രയും ദിവസം ഞാൻ വീഡിയോയുടെ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. ഹായ്, മൈ നെയിം ഈസ് സുജിൽ ഷാനി. എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ പറഞ്ഞു. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. സമയം ചുരുക്കാൻ കാരണം അൻവിന്റെ സ്കാമുകളെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 3. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.